അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹബി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ കുട്ടികളുടെ പുതിയ ജീവിത സാഹചര്യത്തിൽ അവർ ഈ അവിഹിതത്തിലും പ്രണയത്തിലും പെട്ടുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച് അവർ പൂർണ്ണമായും അജ്ഞരാണ്, അറിവില്ലാത്തവരാണ് എന്ന് വേണം പറയാൻ. അതായത് ഒരു പെൺകുട്ടിയുടെ ഒരു മനഃശാസ്ത്രം അനുസരിച്ച് ഒരാൺകുട്ടിയിൽ നിന്ന് ഒരു സൗഹൃദത്തിൻ്റെ സമീപനം ഉണ്ടാകുമ്പോൾ എന്താണ് ഒരു സൗഹൃദം കൊണ്ട് പ്രശ്നം എന്ന നിലക്ക് ആ സൗഹൃദത്തോട് അവർ വിമുഖത കാണിക്കാറില്ല, അവരതിലൊരു തെറ്റും കാണാറില്ല. ഒരുപക്ഷേ ഒരാൺകുട്ടിയോടും ഒരു പെൺകുട്ടിയോടും ഉണ്ടാകുന്ന സൗഹൃദത്തെപ്പോലെ മാത്രമേ അവരതിനെ കാണുന്നുള്ളൂ. പക്ഷെ പൊതുവെ ആൺകുട്ടികൾ ആ ഒരു മനസ്ഥിതിക്കാരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയോട് അവർ കാണിക്കുന്ന ബന്ധത്തിനും സൗഹൃദത്തിനും പിന്നിൽ ഒരു പെണ്ണാണെന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാരണം. അതുകൊണ്ട് തന്നെ സൗഹൃദം ഒരു പരിധിക്കപ്പുറത്തേക്കെത്തി വേർപിരിയാനാവാത്ത ഒരു ജീവിത സാഹചര്യം വരുമ്പോഴായിരിക്കും പലപ്പോഴും ആണിൻ്റെ സ്വഭാവം അവർ മനസ്സിലാക്കുന്നത്. പക്ഷേ അത്തരമൊരു സന്ദർഭത്തിൽ ആ ഒരു മാനസികമായ ഇഷ്ടം അവർക്ക് നിരസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ചതികളിൽ അവർ അകപ്പെട്ടു പോകുന്നു എന്നാണ് വസ്തുത. ഒരുപക്ഷെ ഭാവിയിൽ വിവാഹം കഴിച്ച് ജീവിക്കാമല്ലോ എന്നുകൂടെ പറയുമ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പെരുമാറുവാനുള്ള സമ്മതം അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് പലപ്പോഴും പെൺകുട്ടികൾ ഈ അപകടങ്ങളിൽ പെട്ടുപോകാനുള്ള കാരണം. പിന്നെ ഇത്തരം ബന്ധങ്ങൾ മുന്നോട്ട് പോയി അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ആൺകുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരും അതിൽ നിന്ന് പിൻവാങ്ങിപ്പോകുന്ന ഒരവസ്ഥ വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇത്തരം അപകടങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ പെട്ടുപോയി കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ നമ്മൾ അറിയുമ്പോൾ ഒരു പക്ഷേ അത്തരം ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവയായിരിക്കും. തീർത്തും നമ്മുടെ കുട്ടിയുടെ ഭാവിക്ക് അപകടകരമായതായിരിക്കും. ഇത്തരമൊരു വിവാഹത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പെൺകുട്ടികൾ ഇതിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ അഫെയർ കൗൺസിലിങ്ങുകൾ പെൺകുട്ടികളിൽ നിന്നും ഒഴിവാക്കുവാനുള്ള, പിൻവാങ്ങിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ വിജയിക്കാതെ പോകുന്നത് എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവരും ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നടത്തിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല, അവിടെ ബന്ധം മുന്നോട്ട് പോകാൻ നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അത് അവരോട് പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളും അവരെ വേർപ്പെടുത്താൻ വേണ്ടിയാണ് എന്നത് അവർക്ക് വ്യക്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചാലും, നിങ്ങളുടെ ബന്ധുക്കൾ സംസാരിച്ചാലും, ഒരു കൗൺസിലർ സംസാരിച്ചാലും എല്ലാം ഇതെന്നെ പിൻവാങ്ങിപ്പിക്കുവാൻ വേണ്ടിയാണല്ലോ എന്ന ഒരു ധാരണയോടുകൂടെ കേൾക്കുമ്പോൾ ഒരിക്കലും അവൾ മനസ്സ് തുറക്കുന്നില്ല എന്നതാണ് അഫെയർ കൗൺസിലിങ്ങുകൾ പരാജയപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാവട്ടെ, അത് അവളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. പുതിയതായി അവൾക്കൊരു വിവരവും അതിൽ നൽകാനും നമ്മൾ ഈ സംസാരിക്കുന്നവർക്ക് പറ്റുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു അഫെയർ കൗൺസിലിംഗ് നടത്തേണ്ടത് ഈ ഒരു അവസ്ഥയിലല്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കൗൺസിലിങ്ങിൻ്റെ അനിവാര്യത അവളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതെന്തിനല്ല? ഈ പ്രേമം ഒഴിവായി കിട്ടാൻ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം എന്നതല്ല അവൾ കൗൺസിലിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളൊരു കാര്യമാണ്, ഈ ബന്ധത്തെ പിൻവാങ്ങിപ്പിക്കാൻ. അവൾ കൗൺസിലിംഗ് താല്പര്യപ്പെടുന്നത് ഒരു വലിയ ക്രൈസിസ്, ഒരു പ്രതിസന്ധി അവൾക്ക് വന്നിട്ടുണ്ട്. എന്താണ് ആ പ്രതിസന്ധി? ഇയാളെ എനിക്ക് ഒഴിവാക്കാൻ പറ്റണില്ല, പക്ഷേ മാതാപിതാക്കൾ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ഒഴിവാക്കണോ
ഇയാളെ ഒഴിവാക്കണോ? രണ്ട് കൂട്ടരെയും ഒഴിവാക്കാതെ കഴിയാതെ വരുമ്പോൾ അതൊരു ക്രൈസിസ് തന്നെയല്ലേ? വാപ്പനെയും ഉമ്മനെയും വിടാൻ പറ്റൂല, ഇയാളെ വിടാൻ പറ്റൂല. അപ്പോൾ ഈ ക്രൈസിസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നതാണ് അവളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഇപ്പോൾ ഒരു കൗൺസിലിങ്ങിന് ആവശ്യമായി വന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നല്ലൊരു പരിഹാരമുണ്ടാക്കി തരാൻ ഞാൻ കൗൺസിലിങ്ങിന് പോകുന്ന ആൾക്ക് പറ്റും എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവൾ ആ സംസാരത്തിന് തയ്യാറാകും. ആ സംസാരത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ത്, അതിനുള്ളൊരു സൊല്യൂഷനാണല്ലോ എന്ത്, അയാളെ ഒഴിവാക്കുക എന്നുള്ളത്. മാതാപിതാക്കളെ ഒഴിവാക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ തൽക്കാലം അയാളെ ഒഴിവാക്കുക, അത് അതിൻ്റെ ഒരു സൊല്യൂഷനാണ്. ഇനി മാതാപിതാക്കളെയും അയാളെയും കൂടെ സ്വീകരിക്കുവാനൊരു വഴിയുണ്ടോ, അതും പഠിക്കാം, അതിനെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അവളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയാണ് ഒരു കൗൺസിലിംഗ് എങ്കിൽ അവൾ സന്നദ്ധമാകും. അവളുടെ ഭാവിക്ക് ദോഷകരമാണ് ഈ വിവാഹമെന്ന് അവൾക്ക് തോന്നിക്കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെട്ടു പോകുന്ന ഭയാനകമായ ഭാവിയെക്കുറിച്ചുള്ള ഭയം അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇത് ബുദ്ധിപരമായി ഈ കാര്യം കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ അത് വൈകാരികമായി തീരുകയും പ്രശ്നമായി തീരുകയും ഒരുപക്ഷെ കൊലപാതകമായി തീരുകയും അതേപോലെ തന്നെ കുടുംബ കലഹമായി മാറുകയും അത് ഒരുപക്ഷെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതിലേക്കൊക്കെ എത്തുന്ന മഹാദുരന്തങ്ങളായി പരിണമിക്കും. സൂക്ഷ്മതയോടുകൂടി ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.